ഗുരുവായൂരപ്പ, എണ്ണമെല്ലാം കറക്റ്റ് ആണല്ലോ? അതെ, ഒരു 4 വീക്കിലി എടുത്തോ. ഇതാ. അപ്പൊ കണക്കെല്ലാം വൈകുന്നേരം നോക്കിക്കോളാം. ശരി. അമ്മാവൻ. അയ്യോ, ഗോപാലകൃഷ്ണ, എന്താ എന്തു പറ്റി? ഒന്നുമില്ല, ഞാൻ ഇങ്ങനെ വെറുതെ വീണു. നീ ഇല്ല, ഈ കട്ടിൽ അത്ര ശരിയല്ല. അല്ല, നല്ല ബലം ഉണ്ടല്ലോ, പിന്നെന്താ? ഡേ, ഇത്തവണത്തെ സ്വപ്നത്തിൽ ആരാണ് വില്ലൻ? അമ്മാവനോ അതോ പ്രസന്നേട്ടനോ? രണ്ടാളും. പണ്ടത്തെ പോലെ തിരുമേനെ കൊണ്ട് തകടെടുത്തിച്ച് കെട്ടിക്കണമെന്നാ തോന്നണത്. നിന്റെ ഈ പേടി മാറാൻ. ആർക്ക് പേടി? ആരെ പേടിക്കാൻ? അമ്മാവനെയോ? നല്ല കാര്യമായി. രാവിലെ കുളിച്ചോടന്ന് നിൽക്കാതെ കേട്ടോ. ഇനി അവളോട് തർക്കത്തിന് നിൽക്കാതെ കുളിച്ച് വേഗം പോവാൻ നോക്കുന്നുണ്ടോ നീ? സ്വപ്നത്തിൽ ഗൗരി ചേച്ചിക്ക് റോൾ ഉണ്ടായിരുന്നോ? അത് ഞാൻ വൈകുന്നേരം വന്നിട്ട് വിശദമായിട്ട് പറഞ്ഞുതരാം. തൽക്കാലം പോ. പിന്നെ അമ്പലത്തിൽ വെച്ച് ഗൗരിയെ കാണുമ്പോ ഈ സംഭവം വല്ലതും പറഞ്ഞ ആലോചിക്കട്ടെ. ആലോചിക്കാം. എഴുന്നേറ്റ് മാറുന്നുണ്ടോ? നേരെ എത്രയെന്നറിയോ? എഴുന്നേറ്റ് ചവിട്ടി വെറുതെ ഞാൻ തിരിക്കും. വിളിച്ചില്ലേ അവനെ ഇതുവരെ? ഞാൻ എന്ത് ചെയ്യാനാ? വിളിച്ച എഴുന്നേക്കണെങ്കിൽ ബോധം ഉണ്ടായിട്ട് വേണ്ടേ? ചവിട്ടി പെടലി തിരിക്കുന്ന ഉറക്കത്ത് കിടന്നോണ്ട് പറയുന്നത്. മിക്കവാറും ഇവന്റെ പെടലി ആരെങ്കിലും അടിച്ച് തിരിക്കും. മാർക്കറ്റിൽ നിന്നല്ല അഡ്വാൻസ് വാങ്ങിച്ചു കൊടുത്തതാ, വെളുപ്പിന് ഒരു ലോഡും കൊണ്ടുപോവാൻ. തങ്കച്ചാ, വിളിച്ച് ഞാൻ മടുത്തു. ഓ, വിളിച്ച് അവളുടെ മണിയണ്ടത്തെ കിടന്ന് വളയെ ഊരിപ്പോയി. അമ്മച്ചി തുടങ്ങി. എടി, അവൻ സമയം നോക്കാതെ വല്ലയിടത്തും പോയി പണിയെടുത്തോണ്ട് വന്നിട്ട് വേണം നിന്നെയൊക്കെ വല്ലവന്റെയും കൂടെ പറഞ്ഞയക്കാൻ. ആ വിചാരം ഉണ്ടോ നിനക്കൊക്കെ? അമ്മച്ചി രാഗവിസ്താരം തുടങ്ങിയല്ലോ. ഇനി തങ്കച്ച എഴുന്നേറ്റോളും. എടാ തങ്കച്ച, എടാ എഴുന്നേക്കാൻ. എഴുന്നേക്കണം അങ്ങോട്ട്. പണിക്ക് പോകാൻ സമയമായിരുന്നു. അഡ്വാൻസ് വാങ്ങിച്ച് ലാവിഷായിട്ട് പുട്ടടിക്കാൻ നടക്കാമല്ലോ. ലോഡ് ഇറക്കാനുള്ളതാ. അവരിപ്പോ ഇങ്ങെത്തും. എഴുന്നേക്കടാ. അമ്മച്ചി, ഇതിന് വേറെ മരുന്ന് എന്തെങ്കിലും നോക്കേണ്ടി വരും. ഒരു തടി ഇങ്ങനത്തെ. അത്ര കൊള്ളില്ല. ഇങ്ങോട്ട് അമ്മച്ചി എന്തേ കാണിക്കുന്നത്? നീ വിട്. പൈപ്പിൽ വെള്ളം തിരുന്നാണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത്. ഇനി ഒരു തുള്ളി വെള്ളം നീ അങ്ങോട്ട് വിട്ടേ. അതുവേണ്ട. ഇന്ന് ഒരു ദിവസത്തേക്ക് ഇവിടെ ക്ഷമ. ശരിയല്ല അമ്മച്ചി മോനല്ലേ? അല്ല, അമ്മച്ചി പറഞ്ഞാലും കാര്യമുണ്ട്. അതാ അതിന്റെ ഇത്. അയ്യോ ഗോപാലകൃഷ്ണ, നീ ഇതുവരെ പോയില്ലേ? ഇന്ന് നോക്കിക്കോ, പത്രക്കെട്ട് ബസ് സ്റ്റാൻഡിലിട്ട് കാക്ക കൊത്തി കാണും. ഒരു കുഴപ്പമില്ല. കാക്ക കൊത്തിയ പത്രം വിതരണം ചെയ്യണമെന്ന് കുറച്ച് നാളായിട്ട് വിചാരിക്കാം. അല്ല, രാവിലെ അവളുടെ ഒരു ഒന്ന് പോടാ വേഗം. അല്ല, അമ്മ പറയുന്ന കാര്യമുണ്ട്. ഈ പൈപ്പിൽ നിന്ന് വെള്ളം പിടിക്കാൻ പോയ പെണ്ണുങ്ങൾ എവിടെ പെറ്റ് കിടക്കാണ് എന്റെ റബ്ബേ. എടി കൗസു, ദേ വരുന്നമ്മാ. അയ്യോ, എടി നീ കൂടെ വാടി. വാ. എവിടെ പോയി കിടക്കുകയാണ് നിങ്ങളൊക്കെ? പൈപ്പിൽ വെള്ളം തീർന്നുമ്മാ. ആ സരസ്വതമ്മേ, വരി. നിങ്ങളെ ദേവിക്ക് സുബേറിന്റെ പേരിൽ കഴിപ്പിച്ച വഴിപാട് വലിച്ച് നേരെ ഇന്നലെ ഇക്കാന്റെ കത്തും ഫോട്ടോയും വന്നു. ഓന്റെ കൂടെ അതിർത്തിയിൽ പണിയെടുക്കുന്ന ഒരാളെ കയ്യിൽ കൊടുത്തയച്ചതാ.
ഒന്ന് നിലത്ത് നിക്കടി പെണ്ണേ. നോക്കട്ടെ. ആ കണ്ടോ, ഇതാണ് മടകള്ളത്തരം. ഇക്കാന്റെ കത്തും പടവും വന്ന കാര്യം എല്ലാരെയും കാണിച്ചു. അറബിയുടെ പണം വന്ന കാര്യം എന്താരോടും പറയാത്തെ? പിന്നെയും വരുന്നുണ്ടോ അറേബ്യന്ന് പിള്ളേരുടെ ബാപ്പ? ഇനി എവിടുന്ന് വരാൻ? ഓല് കഴിഞ്ഞത്ര. എന്റെ മാതാവേ, കെട്ടിക്കഴിഞ്ഞിട്ട് എന്നെ സ്വന്തം നാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോവാൻ ഓർക്ക് കഴിഞ്ഞില്ല. വേണ്ടാന്ന് വെച്ചിട്ടാവും. ഇടയ്ക്കിടയ്ക്ക് വന്നും പോയിക്കൊണ്ടിരുന്ന ആളാ, ഒരു ബിരുന്നാരനെ പോലെ. ഇവളും കൂടി ആയി കഴിഞ്ഞപ്പോ പിന്നെ വന്നില്ല. 14 വർഷം. അറബി നാട്ടിന്ന് വിവരത്തിന് ഓല ബന്ധുക്കളെ കത്ത് വന്നു, കുറച്ച് പണോ. കണ്ണടയ്ക്കുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു കുട്ടികളി ഓർമ്മ വന്നിട്ടുണ്ടാവും. ഇങ്ങോട്ട് കുറച്ച് പണം അയക്കാൻ ഏർപ്പാടാക്കിയിട്ടാണ് ബോധം മറിഞ്ഞത്. കണ്ണ് നിറയെ കണ്ടിട്ടില്ലേ ഇതുങ്ങളൊന്നും. ഏതായാലും ബാപ്പയെല്ലാം ഉണ്ടാവോ? ആ അതൊക്കെ പോട്ടെ. ബാപ്പയുടെ ആയാലും ഉമ്മയുടെ ആയാലും കാശല്ല ആവോ? ഇങ്ങോട്ട് താ, ഞാനൊരു പെട്ടി വണ്ടി വാങ്ങിക്കട്ടെ. അക്കാശ് കണ്ടിന്റെ മോൻ കൊതിക്കണ്ട. അതിന്റെ കൗസുവിനയക്കാൻ ഓളെ ബാപ്പ അയച്ചതാ. വണ്ടി എടുത്ത് വണ്ടി നിർത്താനൊന്നും വയ്യ, വേണമെങ്കിൽ ചാടി കയറിക്കോ. വല്ലാത്തൊരു ചെക്കൻ തന്നെയാണ്. വാ മോളെ. മതി, ഇനി കാണണമെങ്കിൽ നിന്റെ ആരെ ഇങ്ങ് വരാൻ പറഞ്ഞ് കാശ്മീരിലേക്ക് ഒരു കത്ത് എഴുതിയിട്ട്. അതെ, എന്നിട്ട് ഉടലോടെ കണ്ടാ മതി നിന്റെ മണവാളനെ. മച്ചി, വക്കീലിന്റെ പനി എങ്ങനെയുണ്ട്? കുറവുണ്ട് മോനെ. മോളെ, ടോമൻ ജെറി എത്തിയിട്ടില്ല. തൽക്കാലം ഇത്. ഏയ് ഗോപാലകൃഷ്ണൻ, എന്തൊക്കെയുണ്ട് ഡോക്ടർ വിശേഷം? നല്ല ആളാ താൻ. ഈ വീടെടുത്ത് വന്നിട്ട് 2 ആഴ്ചയായല്ലോ. എന്നീ പത്രം തന്നിട്ട് പോകുന്നതല്ലാതെ ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ടില്ല. നേരെ തന്നെ നോക്കാന്നുള്ളപ്പോ എന്തിനാ മാഡം തിരിഞ്ഞു നോക്കുന്നത്? എന്താ പ്രശ്നം? എന്തായി നമ്മുടെ ഗ്യാസ് കണക്ഷൻ? ഞാൻ ദിവസവും കയറി ഇറങ്ങി അവരുടെ സ്വൈരം കെടുത്തുന്നുണ്ട്. ഇവിടത്തെ മാത്രമല്ല, ഈ കോളനിയിൽ നിന്ന് 5-6 ആപ്ലിക്കേഷൻ വേറെയുണ്ട്. ഏതായാലും ഒരാഴ്ചക്കകം മാഡത്തിന്റെ ഗ്യാസ് കണക്ഷൻ റെഡി. എന്താ പോരെ? The deviation between two pillars 2 into 15. സോറി, ആള് നിൽക്കുന്ന കണ്ടില്ല. കണ്ണു കാണാതിരിക്കാൻ പ്രായമായില്ലല്ലോ എനിക്ക്. ഒരബദ്ധം പറ്റിയാണെന്ന് പറഞ്ഞില്ലേ? എനിക്കറിയാം, ഓവർ സ്മാർട്ടാ നോക്കിയതാ. എന്നിട്ടിപ്പോ ഒരു സോറി. അതാരാ? അങ്ങനെ ആൾക്കാർക്ക് പേരുണ്ടോ? കുട്ടി വേണ്ട. എന്താണ് പേർപ്പിക്കണോ? അത് ശരി, തന്റെ ഈ ഏർപ്പാട് ഞാൻ ഇന്ന് നിർത്തിത്തരാം. താൻ അമ്മ ഇങ്ങ് വിളിച്ചേ. മനസ്സില്ല. മര്യാദക്ക് വിളിക്കുന്നോ അതോ? ആഹാ, ഗോപാലകൃഷ്ണോ? എന്തൊക്കെയുണ്ട് വിശേഷം ഗോപാലകൃഷ്ണ? ഇതാണ് ഇന്നത്തെ പ്രധാന വിശേഷം. ആവൂ, അവസാനം സംഘടിപ്പിച്ചു അല്ലേ? ടീച്ചർ പറഞ്ഞ ടൈപ്പിലുള്ള കറിക്കത്തി അവിടെ ഇല്ലായിരുന്നു, പിന്നെ ചെയ്യിപ്പിച്ചെടുത്തതാ. ഇന്നലെ പാതിരാത്രി വരെ കൊല്ലക്കുടിയിൽ കുത്തിയിരിക്കായിരുന്നു. നീ എന്താ ഇങ്ങനെ മിഴിച്ചു നോക്കുന്നത്?
ഗോപാലകൃഷ്ണന്റെ എല്ലാ കാര്യവും നിനക്ക് കത്തിൽ എഴുതാറില്ലേ? ഊട്ടിയിൽ നിന്ന് വന്നു. നോക്കണ്ട, നിന്റെ മാത്രമല്ല ഈ നാട്ടിലുള്ള സകല ആൾക്കാരുടെയും ബയോഡേറ്റ ഇവിടെ കാണാപ്പാടമാണ്. സത്യം പറഞ്ഞ ഗോപാലകൃഷ്ണൻ ഇല്ലെങ്കിൽ ഈ നാട്ടിൽ ഒരു കാര്യം. അയ്യോ, എന്നെ ഇങ്ങനെ നിർത്തി പിടിക്കല്ലേ. പിന്നെ ടീച്ചർ, അപ്പുറത്തെ വീട്ടിന്റെ ടെറസിന്റെ മുകളില് ടെറസിന് മുകളിൽ ഒരു നില കൂടി പണിയാൻ വേണ്ടി പണിക്കർ സാറ് കോർപ്പറേഷനിൽ അപേക്ഷിച്ചിരിക്കുക. ഞാൻ പണിക്കർ സാറിനോട് പറഞ്ഞു, ഇല മുള്ളി വീണാലും മുള്ള ഇല വീണാലും ഇലയ്ക്ക് തന്നെ കേട്. എന്താ? അല്ല, കോർപ്പറേഷന്റെ കാര്യമല്ലേ. ആ, ഇനി ഗൗരിക്കുട്ടി സ്ലോ സ്പീഡ് ആണല്ലോ. ഞങ്ങള് നടന്നോട്ടെ. പിന്നെ ഇതെന്താ ഒരു പുതിയ സ്റ്റൈൽ? ചോറും കറിയായിട്ടാ പത്രം ഇടാൻ ഇറങ്ങുന്നത്? പോരുന്ന വഴിക്ക് ഒരു കുട്ടിയുടെ അമ്മ തന്നതാ. ഇത് സ്കൂളിൽ എത്തിച്ചു കൊടുക്കണം. പരോപകാരം നന്നായി. 8 മണിക്ക് എത്താമെന്ന് പറഞ്ഞ് വാക്ക് വിശ്വസിച്ച് ഞാൻ 3/4 മണിക്കൂറാ ട്യൂഷൻ കഴിഞ്ഞ് ബസ് സ്റ്റോപ്പിൽ നിന്നത്. അത് പിന്നെ ഒരു 100 കൂട്ടം പ്രശ്നങ്ങളല്ലേ ഞാൻ ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യുന്നത്. ഒക്കെ നാട്ടുകാരുടെ കാര്യങ്ങളല്ലേ. വല്ലോ, ഈ നാട്ടുകാരാണ് എന്റെ പ്രചോദനം, മാസ് സപ്പോർട്ട്, ജനപിന്തുണ, കരുത്ത്. എന്നിട്ട് കരുത്തനായ ഗോപാലകൃഷ്ണൻ എന്തിനാ ഇന്ന് ഉറക്കപ്പായി കിടന്ന് നിലവിളിച്ചത്? അമ്പലത്തിൽ വെച്ച് രാധയെ കണ്ടു അല്ലേ? ആവോ, അച്ഛന്റെ ഏട്ടന്റെ നേർക്ക് നേരെ നെഞ്ചു വിരിച്ചു നിന്ന് ഇറങ്ങി വാടിയെന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് പോരാൻ തന്റെ ഇടമുള്ള ആണാണല്ലോ എന്ന് വിചാരിച്ചിട്ടാ ഞാൻ. അതെ, ഈ സ്വപ്നം കാണുന്നതും തന്റെ ഇടവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. നിനക്കറിയാമോ, കുഞ്ഞുനാളില് അച്ഛൻ മരിച്ചിട്ട് ചുടലേ വെച്ച വാഴക്കന്നിന് കൂമ്പ് പൊട്ടുന്നതിന് മുമ്പേ അമ്മയും എന്നെ അനിയത്തിയും ഒക്കെ നിന്റെ അച്ഛൻ പടിയിറക്കി വിട്ടത്. പൂമുഖത്ത് കുറുപ്പിനോട് അന്ന് എന്റെ കുരുന്ന് മനസ്സിൽ തോന്നിയ പക, പ്രതികാരദാഹം, അതെന്റെ ഉപബോധ മനസ്സിൽ കിടന്ന് തീയായി കനലായി. ചിരിക്കണ്ട. കഴിഞ്ഞ തവണ ഞാൻ കണ്ട സ്വപ്നം എന്തായിരുന്നെന്ന് അറിയോ നിനക്ക്? കംസനെ കൊല്ലുന്ന കൃഷ്ണൻ, സ്വന്തം അമ്മാവന് മലർത്തിയടിച്ചിട്ട് കയറി നെഞ്ചു ചവിട്ടി കലക്കുന്ന ഗോപാലകൃഷ്ണൻ. നമ്മുടെ ലൈഫിൽ കംസവധത്തിന്റെ സിറ്റുവേഷൻ വന്നാലും അച്ഛന്റെ ജീവൻ ബാക്കി വെച്ചേക്കണേ. ഒന്നേ ഉള്ളൂ എനിക്ക് അച്ഛനായിട്ട്. അതൊക്കെ അപ്പോഴത്തെ സൗകര്യം പോലെ തീരുമാനിക്കാം. ഏതായാലും നെഞ്ചു ചവിട്ടി കലക്കുന്നുള്ള ഉറപ്പ്. ഒരിക്കലും നടക്കില്ലെന്ന് അറിയാവുന്ന കാര്യമാണെങ്കിലും മെനക്കെടാൻ ഒരുപാട് സമയമുണ്ട് നിനക്കല്ലടാ. ഇവിടെ വെച്ച് വേണ്ട പ്രശ്നം വെറുതെ എല്ലാവർക്കും നടക്കടാവും. ഇവളും നീങ്ങളുള്ള ഈ നടപ്പിന് അത്രയും നടക്കടാവില്ല. മിണ്ടി പോകരുത്. ഇനി ഇങ്ങനെ ഒരുമിച്ച് കണ്ടാൽ ഞാൻ തല്ലിച്ചതയ്ക്കാമോ നിന്നെയല്ല ഇവളെ ആയിരിക്കും. കയറി വണ്ടിയിൽ സൂക്ഷിച്ചോ. ഓലത്തുമ്പത്തിരുന്നുയലാടും ചെല്ല പൈകിളി, എന്റെ ബാലഗോപാലനെ എണ്ണ വെപ്പിക്കുമ്പം പാടടി, വെള്ളം കോരി കുളിപ്പിച്ച് കിന്നരി ചോമനി ചെയ്യ, രാജപ്പൂമുത്തായി പോയടി. ഒന്ന് നിർത്തുന്നില്ല നീ. അവിടെ ഒരു ബാലഗോപാലൻ നേരം വെളുത്തപ്പോ തൊട്ട് ബാക്കിയുള്ളവർ ഒരു തുള്ളി വെള്ളത്തിന് നിൽക്കാം. കൊച്ചിനെ കുളിപ്പിച്ചേച്ച് മാറ് സാവിത്രി. അയ്യോടി, ഇവിടെ വേറെ പൈപ്പിലായിട്ട് ഞാൻ എന്നാ വേണം? എന്റെ കൊച്ചിന് പള്ളിക്കൂടത്തിൽ പോകാനുള്ളതാ. പിന്നെ പള്ളിക്കൂടത്തിലോട്ട് അങ്ങ് വിട്ടാച്ചാ മതി. തൊപ്പിയും വെച്ച് കളക്റ്റായിട്ട് ഇങ്ങ് വരും. ദേ, എന്റെ കൊച്ചുങ്ങളെ പറ്റി വല്ലതും പറഞ്ഞാലുണ്ടല്ലോ എന്റെ വായിന്ന് വല്ലതും കേൾക്കുവാ. ഈ അമ്മച്ചിക്കൊ ചുമ്മാ ഇരുന്നൂടെ? നീ ഉണ്ടായിരിക്കടി. ഇനി ആ ത്രേസ്യച്ചേട്ടത്തിയുടെ മൈക്ക് സെറ്റ് വർക്ക് ചെയ്യാൻ തുടങ്ങും. അത് നമുക്ക് കാണാം. ഇതൊന്ന് വഷളാക്കണം. ചേട്ടാ, പൈപ്പിന്റെ വീട്ടിൽ കാവലാന്ന് പറഞ്ഞു ചുമ്മാ ഈ ഇരുന്നാ പോരാ. കേറി ഒതുക്ക്, ഇല്ല ഞങ്ങൾ ഇടപെടും. എന്റെ അമ്മച്ചി, ഇവളുമാരെ തമ്മിത്തല്ല് കുറച്ച് ദിവസം ഇല്ലാതിരുന്നതാ. എടി, നിന്റെ ഈ നരുന്നിനെ ഞാൻ തോണ്ടി ദൂരോട്ട് കളയും. എന്റെ പൊന്ന് സാവിത്രി, നീ ആയിട്ട് ഇവിടെ ഒരു ക്രമസമാധാനം ഉണ്ടാക്കരുത്. ഒന്നും മാറുന്നേ. തന്റെ ഈ കമ്പും കുരോടെ ഒരു തോട്ടമുണ്ടല്ലോ, ശൃംഗരിക്കാതെ ആ ചൂരിലോണ്ട് അവിടെ ചന്തി കെട്ടി രണ്ട് കൊടുക്കും. ഓക്കെ
ബാക്കി വന്നിട്ട് എന്താ അവിടെ ഒരാൾക്കൂട്ടം? എന്തോ ആക്സിഡന്റ് ആയി കാണും. നിർത്ത് ആരുടെ അമ്മയുടെ പേരെടുക്കണേ പാട്ടിൽ വണ്ടി എടുക്കണ സാർ ഒരാളെ ഞങ്ങൾ ഒരാളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ സാർ. അവിടെ മാറിക്കല്ലേ പറഞ്ഞു പ്ലീസ് പറയുന്നത് കേൾക്കണം സാർ. പരിക്കേറ്റ് കിടക്കാൻ സാർ. എങ്ങനെ പ്ലീസ് സാർ. എന്താണ് കൈവറമനെ കിടന്ന് മെഴുകുന്നത്? നീ ആ ചേരിക്കാരെ നേതാവാണല്ലോ. എന്താണ് മന്ത്രി വരുമ്പോ നിന്റെ ഒരു ഞങ്ങൾ ഒരാളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ സാർ. സാർ ഒരാളെ ആശുപത്രി കൊണ്ടുപോയി എന്താണ് നിന്റെ വണ്ടി ആംബുലൻസ് ആണോ? സാർ ഒരു പോലീസുകാരനാണ് സാർ. വളരെ സീരിയസ് ആയിട്ട് മിനിസ്റ്റർ പാലം കടന്നു മെസ്സേജ് കിട്ടി. അയ്യോ കൊല്ലം പറ്റോ? അമ്മാരെ വിട്. നോക്കണം സാർ. അടികൊണ്ട് വീണ ഒരു പോലീസുകാരനാ. അയാൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ നോക്കുന്നതിനിടയ്ക്ക് ഇവരെല്ലാരും കൂടെ ഞങ്ങള് ഇങ്ങനെ തല്ലി ചവച്ച്. എന്തിനാണ് സാർ ഈ അകമ്പടിയും പരിവാരവും ഒക്കെ? ഒരു ഞൊടി നേരം കൊണ്ട് അങ്ങേക്കിതിരെ ഒന്ന് കടന്നു പോകാനോ? കണ്ടോളൂ സാർ, ജനങ്ങളാ വോട്ട് ചെയ്തെന്നൊരു മഹാപാപമേ ചെയ്തിട്ടുള്ളൂ. അതിന്റെ ശിക്ഷയായി അനുഭവിക്കുന്നത്. ഉത്സവം കാണാൻ തടിച്ചുകൂടിയതല്ല ഇവരാരും. തടഞ്ഞു നിർത്തിയതാ അങ്ങേക്ക് മിന്നൽ പോലെ പാഞ്ഞു പോകാൻ. ഞങ്ങൾ കരമടയ്ക്കുന്ന കാശ നിങ്ങളുടെ ഈ വാഹനങ്ങളുടെ വീലിൻ നട്ടും സ്പ്രിങ്ങും എല്ലാം. എത്ര പിഞ്ചു കുഞ്ഞുങ്ങളാണ് നിങ്ങൾ എല്ലാവരും ചേർന്ന് ചതച്ചരച്ചിട്ടുള്ളത്. എത്ര അമ്മമാരുടെ കണ്ണീര് ശാപമുണ്ട് സാറ്. എന്തിനാണ് സാർ? ആരോട് പന്തയം വെച്ചിട്ടാണ് നിങ്ങൾ ഈ ഭൂമി ഇറങ്ങുന്നതിനേക്കാൾ സ്പീഡിൽ ഓടിപ്പാഞ്ഞ് നടക്കുന്നത്? ജനങ്ങളോടോ? പറയണം സാർ, ആരെയാണ് നിങ്ങൾക്ക് തോൽപ്പിക്കേണ്ടത്? ഇവരെയോ? എടോ സദാനന്ദ, നന്നായിട്ട് കൊടുത്തല്ലോ അല്ലേ? ശരിക്കും കൊടുത്തു സാർ. ഇനി ഒന്നും ചെയ്യണ്ട. വെറുതെ നാളത്തെ പത്രത്തിൽ അടിച്ചു വരും. എവനൊക്കെ ചുമ്മാ പ്രശസ്തനാവും.